ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പാലപ്പം റെഡിയാക്കാനായിട്ട് 1.5 കപ്പ് കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടിയും 1/4 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പൊങ്ങാൻ വേണ്ടിക്ക് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പകരമായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഒരു തേങ്ങൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. നന്നാക്കി അരച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുക. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പം ഇത് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം വെക്കുകയാണ് അത്രത്തോളം ഇത് പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു 6 മണിക്കൂറിന് ശേഷമാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചേർക്കുക. അപ്പോൾ ഇനി പാലപ്പത്തിൻ്റെ പാത്രം നന്നാക്കി ചൂടാക്കി എടുക്കുക. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു തവി ഒഴിച്ചെടുത്തിട്ട് ചിറ്റിച്ച് കൊടുക്കുക. ഇനി അടച്ചു വെക്കണ സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം, എന്നാലുള്ള ഒന്ന് പൊന്തി കിട്ടുക. അപ്പോൾ നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പാലപ്പം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.